ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ദേശീയത കൃത്രിമമായി രൂപപ്പെടുത്തുക, അതിന് മതന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി കാണുക. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഇന്ത്യ രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുക, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നേതാവ് ഉണ്ടാകുക. അത് മോഡിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്, മിലിറ്ററിക്ക് പാരലായി അനൗപചാരിക തലത്തിൽ ഒരു സായുധ സംഘടന ഉണ്ടാകുക. അത് RSSനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം പറഞ്ഞത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടാകുക. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫാസിസത്തിലേക്ക് കടക്കാം. ഈ 4 ഘടകങ്ങളാണ് ഫാസിസം ഇന്ത്യ രാജ്യത്ത് കടന്നു കയറാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞത്. ആ ലക്ഷണം കറക്റ്റാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വരുന്നതിനേക്കാളും മുമ്പേ തന്നെ പറഞ്ഞ ഒരാളാണ്. 22-23 പാർട്ടി കോൺഗ്രസ്സുകളിൽ അത് കൃത്യമായി ഞങ്ങൾ സൂചിപ്പിച്ചു. മാത്രമല്ല, അപ്പം ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണത്. അത് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് ഇത് ഞങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചതല്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച CPIM പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ ചേരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ചിന്തയിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണിത്. ഇത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇതെന്തോ ഒരു സ്വകാര്യമായി ഞങ്ങൾ ആരോടെങ്കിലും ചേട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാധനമല്ല. അതാണ് ചില പത്രക്കാർ ഈ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ചർച്ചയാകട്ടെ. ഇപ്പോൾ ഫാസിസം വന്നിട്ടുണ്ട്, തെളിയിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസിസം വന്നിരിക്കുന്നു, അല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്ന പാർട്ടിയുടെ അഭിപ്രായത്താണോ ജനങ്ങൾ നിൽക്കുന്നത്, ചിന്തിക്കുന്നവർ നിൽക്കുന്നത്? വിലയിരുത്തട്ടെ. ആ വിലയിരുത്തുന്നതിനുള്ള ഒരു ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. ഞങ്ങളുടെ 22-23 പാർട്ടി കോൺഗ്രസ്സിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നു. അതിന് നവഫാസിസം എന്ന പദപ്രയോഗത്തിന് ഒരു വിശദീകരണം നൽകുന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് RSSന് ഹല്ലേലൂയ പാടുകയാണ്, BJPക്ക് ഹല്ലേലൂയ പാടുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂരിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് മോചനം കിട്ടണം. അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അത് ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നടത്തട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അവർ ഭേദഗതി കൊടുക്കട്ടെ എന്ന്. ഭേദഗതി കൊടുക്കട്ടെ, കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കാമല്ലോ. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആർക്കും ഭേദഗതി കൊടുക്കാം, ലോകത്തിലുള്ള ഏതൊരാൾക്കും കൊടുക്കാം. അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ നയം രൂപീകരിക്കുന്നത് കേവലം പാർട്ടി മെമ്പർമാരോട് മാത്രം ചോദിച്ചിട്ടല്ല, ജനങ്ങളോടുകൂടി ചോദിച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളിത് പബ്ലിക് ഡൊമൈനിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ശശി തരൂരാണ്. കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലക്ക് നേരെയുള്ളൊരാക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ വെക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പരിഹസിക്കുന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, UDFൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് അദ്ദേഹം 2 ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം എടുത്തത്. അതിലൊന്നാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. USA കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം
വഴിയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ല CPIM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൊണ്ടുവന്നതല്ല. അതിലാണ് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് 46% നിന്ന് 254% വർദ്ധിച്ചു എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് DPIIT. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർ പറഞ്ഞതാണ് വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മുമ്പ് കേരളം 22ാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ 1ാം സ്ഥാനമാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി ഇത് ആധികാരികമായിട്ടുള്ളൊരു രേഖ അദ്ദേഹം ഉദ്ധരിച്ചതാണ്, അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത്. അത് വന്നതോടുകൂടി ഒരു ആധികാരികത്വം വന്നു ഇതിൽ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ? കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു. ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം, മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അവരാണിപ്പോൾ പോകുന്നത്. എങ്ങനെയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരല്ല പോകുന്നത്, മുസ്ലിം ലീഗാണ് പോകുന്നത്.